ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഫാബ്ട്രെൻഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് 45 ഡിഗ്രിക്ക് മുകളിൽ വരുന്ന അളവുകൾ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ്. കൂടുതലായിട്ടും നമുക്കിത് ഉപയോഗപ്പെടുന്നത് സ്റ്റെയർ കേസിൻ്റെ അടിഭാഗം കവർ ചെയ്യാനൊക്കെയാണ്. ഞാനിവിടെ പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള 2 മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻസായി രേഖപ്പെടുത്തുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ തുടർന്ന് വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ഈ ഒരു ഷേപ്പിലുള്ളൊരു ഭാഗത്ത് എങ്ങനെയാണ് ഫ്രെയിം ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിതിവിടെ ഒരു മരം കൊണ്ട് ഈ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുത്തതേ ഉള്ളൂ. നമുക്ക് ഇതേപോലത്തെ ഷേപ്പ്, ഏത് ഷേപ്പ്, ഈ ആംഗിളല്ല, ആംഗിളിന് കൂടുകയാണെങ്കിലും കുറയാണെങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത് സെക്ഷനാണോ ഉപയോഗിക്കുന്നത് ആ സെക്ഷൻ നമുക്ക് എടുക്കാം. അപ്പോൾ ആ സെക്ഷൻ എടുത്തതിന് ശേഷം ആ കോർണർ മുട്ടുന്ന രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ആ കോർണർ മുട്ടുന്ന രീതിയിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമുക്ക് ഒന്ന് 45-ലോ ആ ഒരു ലെവലിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ സെക്ഷൻ 45-ൽ കട്ട് ചെയ്തിട്ടുണ്ട്. 45 തന്നെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇത് ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ഈ ഒരു ലെവലിൽ വെച്ചതിന് ശേഷം അടുത്ത സെക്ഷൻ നമുക്ക് ഈ ഒരു ചുമരിൻ്റെ മുകൾ ഭാഗത്തായിട്ട്, അല്ലെങ്കിൽ വുഡിൻ്റെ മുകൾ ഭാഗത്തായിട്ട് പാരലായിട്ട് വെക്കാം. അപ്പോൾ അവിടെ കാണുന്ന ആ ഒരു മുട്ടുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് ഈ ഒരു എൻഡിൽ നിന്ന് ലൈനിട്ട് കൊടുക്കാം. അപ്പോൾ എയറോ മാർക്ക് ഇട്ട ആ ഒരു ഭാഗത്താണ് മാർക്ക് വരിക. അപ്പോൾ ആ ഒരു മാർക്കിൽ ഇതേപോലെ ക്രോസ് ആയിട്ട് ലൈനിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ ലൈൻ ഇട്ട ആ ഒരു ലെവലിൽ കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ കട്ടിങ് മെഷീനിൽ 45-ൽ കൂടുതൽ വരുന്ന ഡിഗ്രി കട്ട് ചെയ്യാനുള്ള അളവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ വരച്ച ആ ഒരു ലൈനിൽ ആ ഒരു ലെവലിൽ തന്നെ കട്ട് ചെയ്യണം. അപ്പോൾ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബാക്കിൽ വേണമെങ്കിൽ എന്തെങ്കിലും സപ്പോർട്ട് പീസ് കൊടുത്തിട്ട് നമുക്ക് ആ ലൈൻ എങ്ങനെയാണോ വരുന്നത് ആ ലൈനിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ വരച്ച ലെവലിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലുള്ള ക്രോസ് പീസ് നമുക്കതൊന്ന് നേരത്തെ വെച്ചതുപോലെ ഒന്ന് വെച്ച് നോക്കാം. ഈ വീഡിയോ കാണുന്നത് പോലെ വെച്ച് നോക്കിയിട്ടാകുമ്പോൾ അതിൻ്റെ എഡ്ജ് കറക്റ്റ് ആണെങ്കിൽ കട്ടിങ് കറക്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ആ പീസും അതേപോലെ കട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ആദ്യം കട്ട് ചെയ്ത പീസ് എൻ്റെ ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് വരച്ചിട്ട് കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, കൈ ബ്ലേഡിൽ കുടുങ്ങാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാടൊക്കെ ഇതേപോലെ കട്ട് ചെയ്യാനുണ്ടെങ്കിൽ മരത്തിനെ കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഗേജ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ പറ്റും, വലിയ റിസ്ക് ഇല്ലാതെ. ഇപ്പോൾ 2 പീസും നമ്മൾ ആ ഒരു അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഇത് ഫിക്സഡ് ആയിട്ട് വെക്കാനുള്ളതാണെങ്കിൽ നമുക്ക് കോർണറൊന്നും വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കോർണർ വെക്കാതെ തന്നെ നമുക്കിത് ഡയറക്റ്റായിട്ട് ചുമരിൽ സ്ക്രൂ ചെയ്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ കോർണർ ബെൻഡ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ട് സ്ക്രൂ ചെയ്തിട്ട് നോർമലി കോർണർ ജോയിൻറ്റ് ചെയ്യുന്നത് പോലെ ജോയിൻറ്റ് ചെയ്യാം. ഇനി നമുക്ക് സിമ്പിളായിട്ടുള്ള വേറൊരു മെത്തേഡ് കൂടി നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടുന്നത് അഡ്ജസ്റ്റബിൾ മട്ടം, അതല്ലെങ്കിൽ കോമ്പിനേഷൻ സ്ക്വയർ. ഈ ഒരു സാധനം നമ്മുടെ കയ്യിൽ വേണം. ഇത് ഹാർഡ്വെയർ ഷോപ്പിലേക്ക് കിട്ടും. ഇതിന് 100 രൂപയിൽ താഴെ വിലയുള്ളൂ. അപ്പോൾ നമുക്കിത് ചിത്രത്തിൽ കാണുന്നത് പോലെ വെച്ചതിന് ശേഷം ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ആംഗിള് മാറിപ്പോവില്ല. എന്നിട്ട് നമുക്കത് ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ വെച്ചിട്ട് നമുക്ക് ഏത് സെക്ഷനാണോ വേണ്ടത് ആ സെക്ഷനിൽ വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളങ്ങനെ അത് വരച്ചതിന് ശേഷം നമുക്കത് അതേ അളവിൽ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു അളവ് മിക്കവാറും 45-ന് താഴെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ കട്ടിങ് മെഷീനിൽ ഈ അളവ് ഉണ്ടാവും. അപ്പോൾ നമുക്കത് സെറ്റ് ചെയ്ത് വെക്കാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ 2 പീസും ഒരേ അളവിൽ തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ വർക്കൊക്കെ സൈറ്റിൽ പോയിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. കാരണം ചില ചുവരുകളൊക്കെ ബെൻഡൊക്കെ ഉണ്ടാവും. അപ്പോൾ സൈറ്റിൽ പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ കറക്റ്റ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ആ ഒരു പെർഫെക്ഷനോട് കൂടി ചെയ്യാൻ പറ്റും.
അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത ഈ ഒരു പീസിൻ്റെ അതേ അളവിൽ തന്നെ അതേ ഡിഗ്രി അളവിൽ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ പീസും കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കാണുന്ന ലെവലിൽ വെച്ചതിന് ശേഷം രണ്ടാമത്തെ ആ ഒരു പീസ് കട്ട് ചെയ്ത പീസ് ഇതേപോലെ വെച്ച് ഡയറക്റ്റ് സ്ക്രൂ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ആംഗിൾ വെച്ചിട്ട് നമുക്ക് ആംഗിൾ ബെൻഡായി കൊടുത്തിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.